യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. തിരുസഭ മാതാവ് ഇന്ന് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ്. ആദ്യമദിന തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ്. മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതായിട്ടാണ് ഈ ഒരു വചനഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനു മുന്നോടിയായിട്ട് പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് ദേവദൂതൻ വന്ന് പറയുന്ന ചില വാക്കുകളാണ്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തു ജനിക്കുവാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പരിശുദ്ധ അമ്മ അത് സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ, സംഭവിക്കട്ടെ എന്നാണ് പറഞ്ഞു വയ്ക്കും. ക്രിസ്തു തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്ത ചില പ്രവൃത്തികളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമെന്ന് പറയുക. പരിശുദ്ധ അമ്മ എലിസബത്ത്, ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് എഴുന്നേറ്റ് കുതിച്ചു ചാടി ഓടുകയാണ്, തിടുക്കത്തിൽ ഓടുകയാണ്. അതായത് സഹായിക്കുവാനായിട്ട്, ചാർച്ചക്കാരി സഹായിക്കുവാനായിട്ട് എഴുന്നേറ്റ് ഓടുകയാണ്, മലമ്പ്രദേശത്തുകൂടെ ഓടുകയാണ്. ഈ ഒരു സന്ദേശം നമുക്ക് നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ ഉള്ളിലേക്ക് ക്രിസ്തു കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ ചെയ്ത പ്രവൃത്തികളാണ്. എൻ്റെ ഉള്ളിലും ക്രിസ്തുനാഥൻ കടന്നു വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ കടന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാനും പരിശുദ്ധ അമ്മയെപ്പോലെ പ്രവർത്തിക്കണം എന്നാണ് ഇന്നത്തെ വായനകൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ ഓടിച്ചെന്ന് ചാർച്ചക്കാരിയെ സഹായിക്കുവാനായിട്ടാണ് പോകുന്നത്. സാധാരണ സൈക്കോളജിയൊക്കെ പറയുന്ന ചില കാര്യങ്ങളാണ്. ഉദരത്തിൽ കുഞ്ഞായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നന്മ കേൾക്കണമല്ല എങ്കിൽ വായിക്കണം, അങ്ങനെ തുടങ്ങുന്ന പല കാര്യങ്ങളും പറയാറുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യങ്ങളിൽ അമ്മയ്ക്കുണ്ടാകുന്ന വേദനകൾ, അമ്മയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്, അതെല്ലാം ആ കുഞ്ഞുങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞു വയ്ക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നു, അതായത് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ എലിസബത്തിൻ്റെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് കുതിച്ചു ചാടി എന്നാണ് പറയുക. അവിടെ ഒരു സന്തോഷം നിറഞ്ഞൊരു നിമിഷങ്ങളാണ്. ഇന്നിൻ്റെ ലോകത്തിലുണ്ടാകുന്ന ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഉദരത്തിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത്, സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്, നമ്മുടെയൊക്കെ പെരുമാറ്റങ്ങൾ നന്മയുടെ പെരുമാറ്റങ്ങളായി മാറണമെന്നാണ് അവിടെ നമ്മളോട് പഠിപ്പിക്കുക. അതിനെ തുടർന്ന് വീണ്ടും പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളുണ്ട്. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശമാണ് യേശുക്രിസ്തു തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ചെയ്ത പ്രവൃത്തികൾ. ഒന്നാമതായിട്ട് അവൾ നന്മ ചെയ്യുവാനായിട്ട് കുതിച്ചു ചാടി ഓടി. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വാക്കുകളാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ ഇടങ്ങളിലൊക്കെ കണ്ടുവരുന്ന ചില കാര്യങ്ങളാണ്. തങ്ങളുടെ മക്കൾ വലിയ ഉന്നതിയിലേക്ക് കടന്നു വരുമ്പോൾ അഹങ്കാരത്തോടുകൂടെ പറയുന്ന ചില അപ്പനെയും അമ്മയും കണ്ടതാണ്. എൻ്റെ മകനാണ് അവനെന്ന് അഹങ്കാരത്തോടുകൂടെ പറയുന്ന ചില അപ്പനെയും അമ്മയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പരിശുദ്ധ അമ്മ തൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നത് ദൈവപുത്രനാണ്, ലോകത്തെ രക്ഷിക്കുവാനുള്ള ദൈവപുത്രൻ തൻ്റെ ഉദരത്തിലാണ് എന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞ വാക്കുകളാണ്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നാണ്. അതിനെ തുടർന്ന് വീണ്ടും പറയുന്നുണ്ട്, എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നതെന്നാണ്. അതായത് അവിടെ പറയുന്നത് എൻ്റെ രക്ഷകനാണ് എൻ്റെ ഉദരത്തിൽ ഞാൻ വഹിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടായിട്ടാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. എൻ്റെ ഉള്ളം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന്. അവിടെ പരിശുദ്ധ അമ്മ വീണ്ടും പറയുന്നത്, അതായത് ദാസിയായിട്ടാണ്, ദൈവത്തിൻ്റെ ദാസിയായിട്ടാണ് പരിശുദ്ധ അമ്മ തന്നെ വെളിപ്പെടുത്തുക. അതായത് ഇവിടെ അഹങ്കാരമൊക്കെ എടുത്തു മാറ്റി വച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ഒരു എളിമയുടെ സ്വരത്തിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന് നന്ദി പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു എളിമയാണ് ഉണ്ടാകേണ്ടത്. ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഇന്നത്തെ തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. പരിശുദ്ധ അമ്മയെപ്പോലെ സ്വീകരിക്കുവാനും, അതായത് ദൈവത്തിൻ്റെ സ്വരം സ്വീകരിക്കുവാനും, ദൈവം എൻ്റെ ഉള്ളിലായിരിക്കുന്ന സാഹചര്യങ്ങളിൽ
ഞാൻ പ്രവർത്തിക്കേണ്ട, അതായത് ഓടി നടന്ന് നന്മ ചെയ്യുക എന്നതും അഹങ്കാരമൊക്കെ എടുത്ത് മാറ്റിവെച്ചുകൊണ്ട് നന്മ ചെയ്യുക എന്നതുമാണ്. സാധാരണഗതിയിൽ ദിവസേന ദിവ്യബലിയിൽ പങ്കുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പരിശുദ്ധ അമ്മയെപ്പോലെ ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ പരിശുദ്ധ അമ്മയെപ്പോലെ നന്മകൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.